ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുമെന്നുള്ള കാര്യം സംശയം സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും SIT ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നിർഭയമായിട്ടുള്ള അന്വേഷണവുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അല്ല, അത് പോലീസിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസായതുകൊണ്ടും കോടതി നിരീക്ഷണം ഉള്ളതുകൊണ്ടും ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അന്വേഷണം എന്ന് പറയുന്നത് ആരെയെങ്കിലും ബലിയാടാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാകരുത് എന്നുള്ളത് SIT ഉറപ്പുവരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല, അത് BJPക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് അതിൻ്റെ കുറ്റബോധം ഉള്ളതുകൊണ്ടാണ്. ഇതുവരെ അക്കാര്യത്തിലൊന്നും അവർ മിണ്ടിയിട്ടില്ലല്ലോ. ശബരിമല സ്വർണ്ണക്കേസിൽ അവർ വളരെ മൗനമായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ചവരാരായാലും ആ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ വിശുദ്ധതയെ തകർക്കാൻ ശ്രമിച്ചവരാരായാലും അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അതനുസരിച്ച് ആരും ഒഴിയരുത്. ഞങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ പറഞ്ഞത് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. SITയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ പ്രതികരിക്കായിരുന്നു. നേരത്തെ കെ. മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെയാണ് കെ.സി. വേണുഗോപാലും പറയുന്നത്. തന്ത്രിയെ ചാരി മന്ത്രി രക്ഷപ്പെടരുത് എന്ന രാഷ്ട്രീയ പരാമർശമാണ് അദ്ദേഹവും നടത്തുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.